വെറും 600 രൂപയുടെ മസാല ദോശയാണ് കഴിച്ചുകൊണ്ടിരിക്കണേ. മസാല ദോശ ചായ 600 റുപ്പീസ്. ഹലോ Hello guys. ഗായ്സ്, നമ്മൾ അങ്ങനെ ഇന്ന് എവിടെ പോവാണ്? വിയറ്റ്നാം വെച്ച് ഷേക്ക് കുടിച്ചിട്ട് ഷേക്ക് വീഡിയോ എടുക്കുന്നു. രണ്ടുപേരും രണ്ട് സിറ്റി. ഹലോ ഗായ്സ്. നമ്മളിന്ന് വിയറ്റ്നാം ട്രിപ്പ് പോവാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോ നമ്മള് ഒരുപാട് International trip. ശേഷമുള്ള വിയറ്റ്നാം ട്രിപ്പാണ്. ഫ്രം കൊച്ചി. അപ്പൊ സമയം ഇപ്പൊ 5:30 കഴിഞ്ഞു. നമുക്ക് രാത്രി എത്ര മണിക്ക്? രാത്രി 10:50 അല്ലേ? 10:50. അതെ. അപ്പൊ നമ്മളിവിടുന്ന് ഊബർ എടുത്ത് പോവാണ്. ടാറ്റാ. നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമ്മളെ ഫ്ലൈറ്റ് 10:40 അപ്പോ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാൻ തപ്പാൻ പോകും. ദോശ ഐറ്റംസ് എന്തൊക്കെയാ ഉള്ളേ? വെറും 600 രൂപയുടെ മസാല ദോശയാണ് കഴിച്ചുകൊണ്ടിരിക്കണേ. മസാല ദോശ ചായ 600 റുപ്പീസ്. ബർഗറും ഉണ്ട്. കുറച്ച് ബർഗർ അറിയോ? അവിടെ ഇരിക്കണ്. എനിക്കിത് മതിയായി. ഐ നീഡ് സം ബർഗർ. വെച്ചേക്കണേ മസാല ദോശ. അതിന് കുറച്ച് ലാസ്റ്റ് കുറച്ച് വെച്ചിരുന്നാൽ മതി. A few moments later. എനിക്ക് ബർഗർ കിട്ടി ഗൈസ്, ഞാൻ മേടിച്ചു. മസാല ദോശ ഞാൻ അടിച്ചേൽപ്പിച്ചു. കഴിച്ചോട്ടാ, നല്ലോണം കഴിച്ചോ. അശോക്, ആർ യു എക്സൈറ്റഡ് ഫോർ ദ ട്രിപ്പ്? നമ്മളങ്ങനെ എത്തി. 10:20 ബോർഡിംഗ്. പക്ഷെ 10 രൂപയായിട്ടും പിടിച്ചില്ല. എന്താണ് അർത്ഥം? ഫുഡൊക്കെ കഴിച്ചു, സെറ്റാണ്. ഇനി ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടത് ആരും കഴിക്കുമോ? ഇനി അവിടുന്ന് കോലാലംപൂർ വന്നിട്ട് അവിടെ 3 മണിക്കൂർ ലേവർ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഡനാങ്. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കി അടിച്ചു തരാം. ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ടുഗദർ. ഫ്ലൈറ്റിൽ കയറാൻ പോവാണേ. 2007 ശേഷം ഞാൻ ഇന്നാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഞാൻ കയറിയില്ല. ഞാൻ കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ രണ്ടുപേരും 2 സിറ്റി. രണ്ടുപേരും അറ്റത്തായി. നമ്മൾ മലേഷ്യയിലെത്തി. മലേഷ്യൻ സമയം എത്ര മണിയായി? 5:55. 5:55. 6 മണിക്ക് എത്തി. ഡെനാങ്. അയ്യോ, ഡെനാങ് L16 ആണ് നമുക്ക് 9 മണിക്കുള്ള ഫ്ലൈറ്റ്. 1000 രൂപ കൊടുത്തിട്ട് റിംഗറ്റ് എടുത്തു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കട്ടൻ കൊള്ളാന്ന് പറഞ്ഞു. കട്ടൻ കൊള്ളാം. ഉഴുന്നോള കുഴപ്പമില്ല. ഓക്കെ. ചായ പൊടിച്ചായല്ല, അതാണ് ആ പാലൊഴിച്ചതല്ല. കുടിക്കുമ്പോ അറിയാൻ പറ്റും. നമ്മൾ ഡനാങ്ങിലോട്ടുള്ള ഫ്ലൈറ്റ് കയറി. ഇപ്രാവശ്യം നമുക്ക് സൈഡ് സീറ്റ് കിട്ടി. ഞാൻ കയറി സൈഡിലിരുന്നു, എനിക്ക് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇനിയൊരു 2.5 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എത്തും. കൊറേ എത്ര നേരം? രാത്രി 10:50 തുടങ്ങിയ ജേണിയാണ്, ഇതുവരെ തീർന്നില്ല. 2 മണിക്കൂർ കൂടെ. നമ്മൾ വിയറ്റ്നാമിലെത്തി. കുറച്ച് മഴ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മൾ നമ്മുടെ ഇമിഗ്രേഷനിലോട്ടൊക്കെ പോവുകയാണ്. പെട്ടെന്ന് കഴിയണമെന്നാണ് വിചാരിക്കണം. ഒന്നും കഴിച്ചില്ല. രാവിലെ ചായ വേണം കഴിച്ചു, അല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ല. വിശക്കുന്നു. നമ്മളെ കാത്ത് ഡ്രൈവർ പുറത്ത് നിൽപ്പുണ്ടായി. ബോഡി പിടിച്ചോണ്ട്. ഐ ആം എക്സൈറ്റഡ്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി ഡനാങ്ങിലെത്തി. ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്നൊരു സിം എടുത്തു. എയർപോർട്ടിൽ തന്നെ സിം എടുക്കാനുള്ള കുറേ സ്റ്റോളുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയി. നമ്മൾ ചേട്ടനെ കണ്ടു. ഇത് കുറെ പോണോ? അല്ല, അങ്ങോട്ടാ പാർക്കിംഗ്. അങ്ങനെ നമ്മൾ വിയറ്റ്നാമിലെത്തി, ഹോട്ടലിലെത്തി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ട്രിവാൻഡ്രം തോന്നി. എനിക്ക് തോന്നി നമ്മൾ ട്രിവാൻഡ്രം മറ്റേ
ആയുർവേദ കോളേജിന്റെ അതുവഴി പോണത് ചെറുതാക്കി. ഇപ്പൊ നമ്മൾ ഹോട്ടലിലെത്തി, റൂമിന്റെ സംഭവം കിട്ടി. ഇവിടെ ഒരു ലെമൺ ടീ തന്നു, അത് കൊള്ളായിരുന്നല്ലേ? ലെമൺ ടീ തന്നു വന്ന ഉടനെ. പിന്നെ ഇവര് സംസാരിക്കാൻ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം, അതായത് മനസ്സിലാവും. ഇംഗ്ലീഷ് അറിയാം, പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെയല്ല അവരുടെ ഇംഗ്ലീഷ്. നമ്മൾ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനി പോയി റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് 3 മണിയാകുമ്പോഴല്ലേ ഡ്രൈവർ വരുന്നത്. ഡ്രൈവർ വരും. അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കണം. നടക്കുമോ ഒന്നും അറിയില്ല. നമ്മൾ പിന്നെ കയ്യിൽ കുറച്ച് കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിന്ന് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത് വേറെ വഴിയൊന്നുമില്ല. 19ാമത്തെ നിലയിലാണ് നമ്മുടെ റൂം. എത്തി 19 എത്തി. ലെറ്റ്സ് ഇറങ്ങാൽ. റൂം നമ്പർ എത്ര? വാവ്, എന്താണ് കോളനിയാ. ഹലോ സാർ, വെൽക്കം ടു മൈ റൂം ടൂർ. കേറുമ്പോ തന്നെ ബാത്റൂമിൽ കേറുമ്പോ തന്നെ ഇവിടെ വിശാലമായ ബാത്റൂം. കൊള്ളാം, ബാത്ടബൊക്കെ ഉണ്ട്, നല്ല നീറ്റ്. ഇതെന്താ 3 സ്റ്റാർ ഒന്നും അല്ലേ ഹോട്ടല്? ഇവിടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബാത്റൂം, അത് കഴിയുമ്പോൾ നമ്മുടെ റൂം, വലിയൊരു കിങ് സൈസ് ബെഡുണ്ട്, പിന്നെന്താ കെറ്റിൽ, വെള്ളം, പിന്നെ കപ്പ്, കബോർഡ്, ഹെയർ ഡ്രയർ, എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഭയങ്കര എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് കർട്ടൻ മാറ്റുമ്പോഴുള്ള വ്യൂ. കുറേ കാണാം, സിറ്റി മൊത്തം കാണാം. മഴ ആയതുകൊണ്ട് ആ കാണുന്നത് ഏതോ ഒരു പുഴയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഏതാണ്. വിയറ്റ്നാം പുഴ. ഏതോ ഒരു വിയറ്റ്നാം പുഴ. അത് നല്ല നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അമ്പലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് മാർബിൾ മൗണ്ടനിലോട്ടാണ്. മാർബിൾ മൗണ്ടൻ എന്ന് പറയുന്നത് ഡനാങ്ങിലെ ഒരു സ്പിരിച്വൽ സൈറ്റാണ്. മാർബിൾ മൗണ്ടനിൽ നമുക്ക് 2 രീതിയിൽ പോവാം. ഒന്നുകിൽ സ്റ്റെപ്പുകൾ കയറി പോവാം, അല്ലെങ്കിൽ എലവേറ്റർ സൗകര്യം എടുക്കാം. എലവേറ്ററിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റെപ്പ് കയറി പോകാമെന്നാണ് തീരുമാനിച്ചത്. കാരണം അങ്ങനെ പോകുമ്പോഴല്ലേ ഓരോ സ്ഥലങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയതും മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചാറ്റൽ മഴയുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. മാർബിൾ മൗണ്ടനിൽ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ കയറി പോകുമ്പോഴും ഓരോ സ്ഥലത്തും ബുദ്ധൻ്റെ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. ഇതാണ് മാർബിൾ മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിലത്തെ വ്യൂ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡിസ്റ്റൻസ് വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. എങ്ങനെയുണ്ട്? എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഓടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഓംപ്ലേറ്റ് പോലത്തെ എന്തോ ഒരു സാധനമുണ്ട്. ചാവാറായ ഈ സാധനം കൊണ്ട് ടീ ആണെന്നാണ് പറഞ്ഞത്. ഇതില്ല കേട്ടോ, നൈറ്റില്ല. എന്തോ ഒരു വെള്ളം കുടിച്ച പോലെ, ബാർലി വെള്ളം ഒക്കെ കുടിക്കുമല്ലോ, അത് കണക്കുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകുന്നത് ഹോയ് ആൻഡ് ഏൻഷ്യൻ്റ് ടൗണിലോട്ടാണ്. ഹോയ് ആൻഡ് ഏൻഷ്യൻ്റ് ടൗൺ എന്ന് പറയുന്നത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അങ്ങോട്ടേക്ക് നമ്മളെ ബോട്ടിലാണ് കൊണ്ടുപോയത്. ഈ ബോട്ട് റൈഡ് തന്നെ നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത ബോട്ടുകളും ഫുള്ളി വൈബാണ് ഈ ബോട്ടിൽ പോകാനായിട്ട്. പിന്നെ നമ്മുടെ ഗൈഡ് നമുക്ക് ലാൻഡേൺസ് ഇങ്ങനെ കത്തിച്ചിട്ട് വെള്ളത്തിന് ഇങ്ങനെ ഒഴുക്കി വിടാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ഹോയിയാനിൽ ഫുൾ കറങ്ങിത്തിരിഞ്ഞൊക്കെ നടന്നു. നമ്മൾ കോക്കനട്ട് കോഫി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ